അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റായ ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിലെ ടീയേഴ്സ് ഓഫ് റെയിൻ, ലോസ്റ്റ് ചൈൽഡ്ഹുഡ് എന്നീ ഭാഗങ്ങളും കുറച്ച് ആക്ടിവിറ്റീസും ചെയ്തു നോക്കാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മഴ വരികയും കുടയില്ലാത്തതു കാരണം ലില്ലി മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്നതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ടീയേഴ്സ് ഓഫ് റെയിൻ, മഴയുടെ കണ്ണുനീർ. ലില്ലി ടുക്ക് ഷെൽട്ടർ ഇൻ ദ വരാന്ത ഓഫ് എ സ്മാൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. ആ നാട്ടുവഴിയുടെ അരികിലുള്ള ഒരു ചെറിയ കടയുടെ വരാന്തയിൽ ലില്ലി അഭയം തേടി. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നൊക്കെയാണ് അർത്ഥം. ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെർ വെറ്റ്. അവളുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം നനഞ്ഞു. വാട്ട് റിയലി അപ്സെറ്റ് ഹെർ വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അവളെ ഏറ്റവും വിഷമിപ്പിച്ചത് അവളുടെ പുസ്തകങ്ങൾ നനയുമല്ലോ എന്ന ചിന്തയായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. ആ വരാന്തയുടെ മൂലയിൽ നിന്നുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. സോബിങ് എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ് അർത്ഥം. ഷീ സോ ഗ്രേസി പാസിംഗ് ബൈ വിത്ത് ഹെർ അംബ്രല്ല. ഗ്രേസി തൻ്റെ കുടയുമായി അതുവഴി പോകുന്നത് അവൾ കണ്ടു. ദ റെയിൻ ഡ്രോപ്സ് ഫ്ലോയിങ് ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ ബ്ലർഡ് ഹെർ ഐസ് ആസ് ദേ മിക്സ്ഡ് വിത്ത് ടിയേഴ്സ്. അവളുടെ തലയിൽ നിന്നും ഒലിച്ചിറങ്ങിയ മഴത്തുള്ളികൾ കണ്ണുനീരുമായി ചേർന്ന് അവളുടെ കാഴ്ച മങ്ങി. ബ്ലർഡ് എന്ന് പറഞ്ഞാൽ മങ്ങി എന്നാണ് അർത്ഥം. ദ ബിറ്റർ കോൾഡ് മെയ്ഡ് ഹെർ ഷിവർ ആൻഡ് ഹെർ ടീത്ത് സ്റ്റാർട്ടഡ് ടു ചാറ്റർ. ഭയങ്കരമായ തണുപ്പ് കാരണം അവൾ വിറച്ചു. അവളുടെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. അവളുടെ ഉടുപ്പ് മുഴുവനായും മഴയിൽ നനഞ്ഞു. ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു കുതിർന്നു എന്നൊക്കെയാണ് അർത്ഥം. ഷീ പ്ലേസ്ഡ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അവൾ തൻ്റെ സ്ലേറ്റും പുസ്തകങ്ങളും താഴെ വെച്ചു. ഷീ സ്ക്വീസ്ഡ് ദ എഡ്ജസ് ഓഫ് ഹെർ സ്കർട്ട് ടു റിങ് വാട്ടർ ഫ്രം ഇറ്റ്. അവൾ തൻ്റെ പാവാടയുടെ തുമ്പ് പിഴിഞ്ഞു. വെള്ളം കളയുന്നതിനായി പിഴിഞ്ഞു. സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞു. റിങ് എന്ന് പറഞ്ഞാലും പിഴിഞ്ഞു കളയുക എന്നാണ് അർത്ഥം. ദ എഡ്ജസ് ഓഫ് ദ സ്കർട്ട് സ്പ്ലിറ്റ്. അങ്ങനെ പിഴിഞ്ഞപ്പോൾ അവളുടെ പാവാടയുടെ അറ്റം കീറി. ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കർട്ട്, ദ ഓൺലി വൺ ഷീ ഹാഡ്. അവൾക്ക് ആകെ ഒരു പാവാടയെ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ പഴകിയതുമായിരുന്നു. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. വീട്ടിൽ അവൾ പാവാടയ്ക്ക് പകരമായി ഒരു തോർത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, നഷ്ടപ്പെട്ട ബാല്യം. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദെയർ പാരൻസ്. ലില്ലിക്കും അവളുടെ സഹോദരൻ ബേബിക്കും തങ്ങളുടെ മാതാപിതാക്കളെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. ദെയർ ഫാദർ ഡൈഡ് 3 years ago ആൻഡ് ദെയർ മദർ എബൌട്ട് എ ഇയർ എഗോ. 3 വർഷം മുമ്പ് അവരുടെ അച്ഛനും 1 വർഷം മുൻപ് അമ്മയും മരിച്ചു. ദേ നൗ ലിവ്ഡ് വിത്ത് ദെയർ ഓണ്ട്, ദെയർ മദേഴ്സ് എൽഡർ സിസ്റ്റർ. ഇപ്പോൾ അവർ താമസിക്കുന്നത് അവരുടെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ കൂടെയാണ്. ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old വിഡോ. ഇരുണ്ട നിറവും പതിഞ്ഞ മൂക്കുകളുമുള്ള ആ ആൻറ്റിക്ക് 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ ഒരു വിധവയായിരുന്നു. വിഡോ എന്ന് പറഞ്ഞാൽ വിധവ, ഭർത്താവ് മരിച്ച സ്ത്രീ എന്നാണ് അർത്ഥം. ഷീ ഹാഡ് എ സൺ ഇൻ ദ ആർമി ഹൂ സെൻഡ് ഹെർ 20 rupees എവറി മന്ത്. അവർക്കൊരു മകനുണ്ടായിരുന്നു. അയാൾ ആർമിയിലായിരുന്നു. അയാൾ എല്ലാ മാസവും അവർക്ക് 20 രൂപ അയച്ചു കൊടുക്കുമായിരുന്നു. ഷീ വാസ് നോൺ ടു ബി എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. അവർ വളരെയധികം പിശുക്കുള്ള ഒരു സ്ത്രീയായിരുന്നു. ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള, പൈസ ചെലവാക്കാൻ മടിയുള്ള എന്നാണ് അർത്ഥം. ഷീ ഹാഡ് നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ. അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. ഷീ ലിവ്ഡ്
lived in a hut on a plot owned by the Poomangalam family for whom she worked as a maid. അവർ വീട്ടുജോലി ചെയ്തിരുന്ന പൂമംഗലം കുടുംബത്തിലെ ഒരു ഭൂമിയിലാണ് അവർ ഒരു കുടിൽ വെച്ച് താമസിച്ചിരുന്നത്. The money sent by her son was deposited in a private bank. തൻ്റെ മകൻ അയച്ചു തരുന്ന പണം അവർ ഒരു പ്രൈവറ്റ് ബാങ്കിൽ, ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ദ ബാങ്ക് കൊളാപ്സ്ഡ്. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ ബാങ്ക് തകർന്നു. ദ ലോസ് ഓഫ് മണി വാസ് അൺബെയറബിൾ ടു ഹെർ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോയിങ് സൈൻസ് ഓഫ് ഇൻസാനിറ്റി. തൻ്റെ പണം നഷ്ടപ്പെട്ടത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവർ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ മാനസിക രോഗം, ഭ്രാന്ത് എന്നൊക്കെയാണ് അർത്ഥം. അൺബെയറബിൾ എന്ന് പറഞ്ഞാൽ സഹിക്കാനാവാത്ത. ഷീ ടുക്ക് ഔട്ട് ഓൾ ഹെർ ആങ്കർ ഓൺ ഹെർ നീസ് ലില്ലി. അവർ തൻ്റെ ദേഷ്യമെല്ലാം കാണിച്ചിരുന്നത് തൻ്റെ അനന്തരവളായ ലില്ലിയോടായിരുന്നു. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ ടു ഹെർ നീസ് ആൻഡ് നെഫ്യൂ ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്. അവൾ ആ കുട്ടികളോട് ഒരു പിശാചിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. അവരെ ഇടയ്ക്കിടെ അടിക്കുകയും ചെയ്തിരുന്നു. നീസ് എന്ന് പറഞ്ഞാൽ അനന്തിരവൾ എന്നാണ് അർത്ഥം, മരുമകൾ എന്നൊക്കെയാണ് അർത്ഥം. നെഫ്യൂ എന്ന് പറഞ്ഞാൽ അനന്തിരവൻ അഥവാ മരുമകൻ എന്നാണ് അർത്ഥം. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും അവർക്ക് ഇഷ്ടമായിരുന്നില്ല. ഷീ ഓർഡേർഡ് ദം ടു ഡ്രോ വാട്ടർ ഫ്രം വെൽ, വാഷ് ക്ലോത്ത്സ് ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്. അവൾ ആ കുട്ടികളെ കൊണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കുകയും തുണികൾ കഴുകിപ്പിക്കുകയും വീട്ടുജോലികൾ, പാചക ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ബേബി വാസ് 11 years old ആൻഡ് വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4. ബേബിക്ക് 11 വയസ്സായിരുന്നു. അവൻ 4ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ലില്ലി 3 years younger വാസ് ഇൻ ക്ലാസ് 2. ലില്ലിക്ക് ബേബിയേക്കാൾ 3 വയസ്സ് പ്രായം കുറവായിരുന്നു. അവൾ 2ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. They were perhaps the poorest children in their school. അവരുടെ സ്കൂളിലെ ഏറ്റവും ദരിദ്രരായ കുട്ടികളായിരുന്നു അവർ. ഈ പാഠഭാഗത്തിൽ കൂട്ടുകാർ പുതിയ ചില പദങ്ങൾ പഠിച്ചില്ലേ? അവ ഏതൊക്കെയാണെന്നും അവയുടെ അർത്ഥം എന്താണെന്നും അവ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നും നമുക്ക് നോക്കാം. ബ്ലഡ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ മങ്ങി, മങ്ങിയ എന്നൊക്കെയാണ് അർത്ഥം. The mist blurred the driver's sight and the car hit against a tree. മൂടൽ മഞ്ഞു കാരണം ഡ്രൈവറുടെ കാഴ്ച മങ്ങുകയും കാറ് ഒരു മരത്തിൽ ചെന്നിടിക്കുകയും ചെയ്തു. ഡ്രെഞ്ച്ഡ്. നനഞ്ഞു, നനഞ്ഞു കുതിർന്നു എന്നാണ് ഡ്രെഞ്ച്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അമ്മൂസ് ഡ്രസ് വാസ് ടോട്ടലി ഡ്രെഞ്ച്ഡ് ആസ് ഷീ പ്ലേഡ് ഇൻ ദ റെയിൻ. മഴയത്തു കളിച്ചതു കാരണം അമ്മുവിൻ്റെ വസ്ത്രങ്ങൾ മുഴുവനായും നനഞ്ഞ് കുതിർന്നു. സോബ്. കരയുക. വൈൽ പ്ലേയിങ് ദ ലിറ്റിൽ ചൈൽഡ് ഫെൽ ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് ടു സോബ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടി താഴെ വീഴുകയും കരയാൻ തുടങ്ങുകയും ചെയ്തു. സ്ക്വീസ്. പിഴിയുക. ഷീ സ്ക്വീസ്ഡ് ദ ലെമൺ ടു ടേക്ക് ജ്യൂസ് ഔട്ട് ഓഫ് ഇറ്റ്. ജ്യൂസ് എടുക്കാനായി അവൾ നാരങ്ങ പിഴിഞ്ഞു. ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ പാർപ്പിടം, അഭയകേന്ദ്രം, സംരക്ഷണം കിട്ടുന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. പീപ്പിൾ ടുക്ക് ഷെൽട്ടർ ഇൻ ദ നിയർബൈ ഹിൽ വെൻ ദ വില്ലേജ് വാസ് ഫ്ലഡഡ്. ഗ്രാമത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആളുകൾ അടുത്തുള്ള കുന്നിനു മുകളിൽ അഭയം പ്രാപിച്ചു. കൊളാപ്സ്. തകരുക. ദ ബാങ്ക് കൊളാപ്സ്ഡ് വെൻ ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് വിത്ഡ്രോയിങ് ദെയർ മണി. എല്ലാ ഇൻവെസ്റ്റേഴ്സും തങ്ങളുടെ പൈസ പിൻവലിച്ചപ്പോൾ ബാങ്ക് തകർന്നു. ഇൻസാനിറ്റി. ഭ്രാന്ത്, മാനസിക രോഗം എന്നൊക്കെയാണ് അർത്ഥം. ദ മാൻ വാസ് അഡ്മിറ്റഡ് ടു എ മെൻ്റൽ ഹോസ്പിറ്റൽ വെൻ ഹി ഷോവ്ഡ് സൈൻസ് ഓഫ് ഇൻസാനിറ്റി. ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോൾ അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡെവിൾ. പിശാജ്. വെൻ ആംഗ്രി ദ ബോയ് ബിഹേവ്സ് ലൈക്ക് എ ഡെവിൾ. ദേഷ്യം വന്നപ്പോൾ ആ കുട്ടി ഒരു പിശാചിനെ പോലെ പെരുമാറി.
അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. The boys sat quietly in the class. Children danced happily at the party. I was extremely excited to see a film star. ഈ സെൻറ്റൻസുകളിലെല്ലാം ആക്ഷൻ വേർഡ്സുമുണ്ട്, മോഡിഫയിങ് വേർഡ്സുമുണ്ട്. സാറ്റ് ക്വയറ്റ്ലി. സാറ്റ് എന്നത് ആക്ഷൻ വേർഡാണ്, ഇരുന്നു. എങ്ങനെ ഇരുന്നു? ക്വയറ്റ്ലി, ശാന്തമായി. അതാണ് മോഡിഫയിങ് വേർഡ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡാൻസ്ഡ് എന്നത് ആക്ഷൻ വേർഡ്, നൃത്തം ചെയ്തു. എങ്ങനെ നൃത്തം ചെയ്തു? ഹാപ്പിലി, സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഹാപ്പിലി എന്നതാണ് മോഡിഫയിങ് വേർഡ്. മൂന്നാമത്തെ സെൻറ്റൻസിലോ അതിലേതാണ് ആക്ഷൻ വേർഡ്? എക്സൈറ്റഡ് എന്നതാണ് ആക്ഷൻ വേർഡ്. അതിൻ്റെ മോഡിഫയിങ് വേർഡ് എക്സ്ട്രീംലി എന്നാണ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആവേശത്തോടെ, എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ വളരെയധികം, ഏറ്റവും അധികം. എക്സ്ട്രീംലി ആണ് അവിടെ മോഡിഫയിങ് വേർഡ്. നേരത്തെ നമ്മൾ കണ്ട സെൻറ്റൻസുകളിലെ പോലെ ഇവിടെ തന്നിരിക്കുന്ന പട്ടികയിൽ ഇടതുവശത്തെ കോളത്തിൽ കുറേ ആക്ഷൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് ചേരുന്ന മോഡിഫയിങ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. sang sweetly, shouted angrily, danced beautifully, fought bravely, said stubbornly, crossed slowly, spoke gently, waited patiently, touched roughly, walked quickly, talked loudly, replied instantly, cried bitterly, behaved normally, answered correctly. അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കാം. Read the passage given below. It was the season of rain. Lily and baby were on their way to school. It may rain soon, Lily said. Baby looked up. The sky was filled with clouds. A strong wind blew. It began to rain. Water mixed with mud was flowing through the road. ഈ പാസേജിൽ കുറച്ച് പദങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സീസൺ ഓഫ് റെയിൻ. സീസൺ ഓഫ് റെയിൻ എന്നുള്ളത് നമുക്ക് മാറ്റി റെയിനി സീസൺ എന്നെഴുതാൻ സാധിക്കും. അതുപോലെ അടുത്ത വാചകങ്ങളും എഴുതാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The sky was filled with clouds. അതിനെ the sky was cloudy എന്നെഴുതാൻ പറ്റും. അടുത്ത സെൻറ്റൻസിലോ വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ്. അതിനെ മഡി വാട്ടർ എന്നെഴുതാം. മഡി വാട്ടർ വാസ് ഫ്ലോയിങ് ത്രൂ ദ റോഡ്. ബിനു, ജീന, മുബീന എന്നിവർ ഒരു തത്തയോട് സംസാരിക്കുകയാണ്. I have a talking parrot, Gina said. Binu and Mubina went to Gina's house. They saw a parrot. It could speak. It is an English parrot, Gina said. Make it speak, Mubina said. What is your color? Gina asked her parrot. I am green, the parrot replied. Wow, it is really an English parrot, Binu and Mubina said together. They went near the parrot and stretched their hands to touch it. Listen friends, be careful. If you don't ask questions, it will get angry and peck you. Binu and Mubina were worried. They did not know how to ask questions. ചോദ്യം ചോദിച്ചില്ലെങ്കിൽ തത്തയ്ക്ക് ദേഷ്യം വന്ന് അവരെ കൊത്തുമെന്നാണ് പറയുന്നത്. I can help you. See what I ask, Gina said. Gina, where is your mother? Parrot, my mother is in London. Gina, Mubina, now it is your turn. Who are you? Mubina asked in a low voice. The parrot was happy. It replied, I am a parrot. Oh, that's good. Come on, Binu. Now you try. ബിനുവിന് ചോദ്യം ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു.
നമുക്ക് ബിനുവിനെ ഹെൽപ്പ് ചെയ്താലോ? താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നതാണ്. വലതുവശത്തെ കോളത്തിൽ പാരറ്റ് കൊടുക്കുന്ന മറുപടിയുമാണ്. അതിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം പേരാണ്, നെയിം. ഹു ആർ യു? ഐ ആം ട്വീറ്റി. പ്ലേസ്, വേർ ആർ യു നൗ? ഐ ആം ഇൻ എ കേജ്. ആക്ഷൻ, വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം ടോക്കിംഗ്. റീസൺ, വൈ ആർ യു സാഡ്? ഐ ആം സാഡ് because I have no friends. Time, when did you come? It is in October. Mood, how are you? I am not fine. ഇതുപോലെ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? മാച്ച് ദ പ്ലക്കാർഡ്സ്. ഇടതുവശത്തെ കോളത്തിൽ ക്വസ്റ്റ്യൻ പ്ലക്കാർഡുകളും വലതുവശത്തെ കോളത്തിൽ ആൻസർ പ്ലക്കാർഡുകളുമാണ് ഉള്ളത്. Why are you happy? Because today is my birthday. Which class are you studying in? I am studying in standard 5. How do you go to school? I go to school by school bus. How are you today? I am fine, thank you. How many friends do you have? I have so many friends. What are your hobbies? My hobbies are dancing and drawing. When will you go to school? At 8:30 in the morning. Which is your favorite subject? My favorite subject is basic science. Who is your favorite actor? Fahad Fazil is my favorite actor. How old are you? I am 11 years old. ഈ പാഠത്തിലെ ടിയേഴ്സ് ഓഫ് റെയിൻ, ലോസ്റ്റ് ചൈൽഡ്ഹുഡ് എന്നീ ഭാഗങ്ങളും ആക്ടിവിറ്റികളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.